കേരളത്തിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയാണ് ദീപാദാസ് മുൻഷി. ദീപാദാസ് മുൻഷിയുടെ അഭാവത്തിലായിരിക്കണം അല്ലെങ്കിൽ അസാന്നിധ്യത്തിലായിരിക്കണം ചർച്ചകൾ. അതായത് ഈ നിരീക്ഷകർ മാത്രമേ MLA-മാരുടെ അഭിപ്രായം കേൾക്കാവൂ എന്നതാണ്. അങ്ങനെ വന്നാൽ ഏതാണ്ടൊരു 35-36ഓളം MLA-മാർ VD സതീശനെ പിന്തുണച്ചേക്കും എന്ന ഒരു കണക്കുകൂട്ടൽ VD സതീശൻ പക്ഷത്തിനുണ്ട്. അതിൽ ഇപ്പോൾ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ എന്ന് പറയുന്നവർ പോലും ഒരുപക്ഷേ ഈ VD സതീശനെ പിന്തുണച്ചേക്കാം എന്ന നിലപാടിലേക്ക് വരുന്നുണ്ട്. അതിൽ KC വേണുഗോപാലും VD സതീശനും തമ്മിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു തർക്കം അത് മുറുകുകയാണെങ്കിൽ ഒരുപക്ഷേ രമേശ് ചെന്നിത്തലയെ ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയവും ഒക്കെ വെച്ച് ആ നിലയിൽ ഇപ്പോൾ ഈ 3 പേരിൽ വെച്ച് കുറച്ചുകൂടി പരിചയസമ്പന്നത എന്ന് പറയാവുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കുഴപ്പം, വലിയൊരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ തടസ്സം എന്ന് പറയാവുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യമായ പങ്കില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLA-മാരുടെ എണ്ണം വളരെ കുറവാണ് എന്നത്. ഇതിലൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റു പല ഘടകങ്ങൾ കൂടി നമുക്ക് ഒരുപക്ഷെ ചേർത്ത് വെച്ച് വായിക്കേണ്ടി വരും.